നമസ്കാരം, സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. തൃശൂരിൽ സ്കൂട്ടർ യാത്രക്കാരന് ദാരുണാന്ത്യം. അപകടം ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് സമീപം. സ്കൂട്ടറിന്റെ പിന്നിൽ ലോറി ഇടിച്ച് മരിച്ചത് പള്ളൂക്കര സ്വദേശി ജോർജ് മാതിരപ്പള്ളി. കണ്ണൂരിൽ വിദ്യാർത്ഥിയുടെ മരണത്തിനിടയാക്കിയത് അലക്ഷ്യമായ ഡ്രൈവിംഗ്. KSRTC ഡ്രൈവറുടെ അശ്രദ്ധ തെളിയിക്കുന്ന CCTV ദൃശ്യം പുറത്ത്. മലപ്പുറം പുതിയങ്ങാടിയിൽ ആനക്കരയിൽ പരിക്കേറ്റയാൾ മരിച്ചു. മരിച്ചത് നേർച്ചയ്ക്കിടെ ഇടഞ്ഞ ആന തൂക്കിയെറിഞ്ഞ കൃഷ്ണൻകുട്ടി. കോഴിക്കോട് കൂടരഞ്ഞിയിൽ വീണ്ടും പുലിപ്പേടി. സ്രാമ്പിക്കലിൽ കേഴയുടെ ജഡം കണ്ടെത്തി. NH വികസനത്തിന്റെ പേരിൽ വഴിയടയ്ക്കുന്നതായി പരാതി. നിർമ്മാണ പ്രവർത്തികൾക്കിടെ കുടിവെള്ള പൈപ്പുകൾ പൊട്ടി. നേര്യമംഗലം വിലാഞ്ചിറ വാസികൾ പ്രതിഷേധത്തിൽ. കല്ലട ഇറിഗേഷൻ പദ്ധതിയുടെ കനാൽ പരിസരത്ത് മാലിന്യക്കൂന. എറണാകുളം പായിപ്രയിൽ ഹരിതസേന ശേഖരിക്കുന്ന മാലിന്യം വഴിയോരത്ത് കൂട്ടിയിടുന്നതായി പരാതി. സംസ്കരിക്കാൻ സംവിധാനമില്ല. വാർത്തകൾ വിശദമായി. വീടിന് മുന്നിൽ വെച്ച് സ്കൂൾ ബസ് ഇടിച്ച് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. തിരുവനന്തപുരം മടവൂർ ചാലിലാണ് അപകടം. മടവൂർ LPS 2ാം ക്ലാസ് വിദ്യാർത്ഥിനി കൃഷ്ണേന്ദുവാണ് മരിച്ചത്. റോഡിൽ കിടന്ന കേബിളിൽ കാൽ തട്ടിയതാണ് വാഹനത്തിന്റെ അടിയിലേക്ക് വഴുതി വീഴാൻ കാരണമായത്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, എങ്ങനെയായിരുന്നു ഈ അപകടമുണ്ടായത്? എന്തൊക്കെയാണ് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? നേരത്തെ സൂചിപ്പിച്ച പോലെ മടവൂർ ചാലിലെ LP സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് 7 വയസ്സുകാരിയായ കൃഷ്ണേന്ദു. എല്ലാ ദിവസവും സ്കൂൾ ബസ്സിലാണ് വീടിന് സമീപത്ത് ഈ കുട്ടിയെ ഇറക്കിയിരുന്നത്. പതിവ് പോലെ ഇന്ന് വൈകുന്നേരവും സ്കൂൾ ബസ്സിൽ വീടിന് സമീപത്ത് എത്തി വാഹനത്തിൽ നിന്നിറങ്ങി വീടിന് അടുത്തേക്ക് നടന്നു വരുന്നതിനിടയിൽ റോഡിൽ കിടന്ന കേബിളിൽ കാൽ കുരുങ്ങി കുട്ടി പെട്ടെന്ന് താഴേക്ക് വീണു. പക്ഷേ ഇത് ശ്രദ്ധയിൽപ്പെടാതെ സ്കൂൾ ബസിന്റെ ഡ്രൈവർ വാഹനം മുമ്പോട്ടെടുത്തിരുന്നു. അതിനിടയിൽ വാഹനത്തിന്റെ പിൻചക്രം ഈ 7 വയസ്സുകാരിയുടെ തലയിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു. ഉടൻ തന്നെ കുട്ടിയെ പാരിപ്പള്ളിയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അതിനിടയിൽ ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. ഗുരുതരമായ പരിക്കേറ്റാണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചതെന്ന് പ്രദേശവാസികൾ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ആശുപത്രിയിലേക്കുള്ള വഴിമധ്യയാണ് ജീവൻ നഷ്ടപ്പെട്ടതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവറുടെ അശ്രദ്ധയാണോ അതോ പെട്ടെന്ന് അപ്രതീക്ഷിതമായി കുട്ടി കാൽ വഴുതി വീണപ്പോൾ വാഹനം നിർത്താൻ കഴിയാതെ പോയതാണ്? ഇതിൽ ഏതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത്, ഇങ്ങനെ ദാരുണമായൊരു മരണത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ഇനിയും സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. പതിവായി ഇതേ സ്ഥലത്ത് തന്നെയാണ് കുട്ടിയെ വാഹനത്തിൽ നിന്ന് ഇറക്കിയിരുന്നത്. അവിടെ നിന്ന് ഇറക്കിയതിനു ശേഷം കുട്ടി ഈ തൊട്ട് സമീപത്തുള്ള വീട്ടിലേക്ക് നടന്നു പോവുകയാണ് പതിവ്. ഇന്നും അതുപോലെ തന്നെ നടന്നു പോകുന്നതിനിടയിലാണ് ഈ അപകടം. കുട്ടിയുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ടായിരുന്നില്ല ആ സമയത്തെന്നാണ് അറിയാൻ കഴിയുന്നത്. മുത്തച്ഛന്റെ അടുത്തേക്കാണ്, മുത്തച്ഛനുള്ള വീട്ടിലേക്കാണ് ഈ കുട്ടി നടന്നു പോയിരുന്നത്. അങ്ങനെ നടന്നു പോകുന്നതിനിടയിലാണ് റോഡിൽ കുടുങ്ങിക്കിടന്നിരുന്ന കേബിളിൽ കാൽ കുടുങ്ങി പെട്ടെന്ന് കുട്ടി വഴുതി താഴേക്ക് വീണത്. അതിനിടയിൽ ഇത് ശ്രദ്ധയിൽപ്പെടാതെ വാഹനം മുമ്പോട്ട് എടുക്കുകയായിരുന്നു ഡ്രൈവർ. പിൻചക്രമാണ് ഈ ശരീരത്തിലൂടെ കയറി ഇറങ്ങിയത്. ഉടൻ തന്നെ മരണം സംഭവിച്ചിരിക്കാമെന്നാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നമുക്ക് അനൌദ്യോഗികമായി ലഭിക്കുന്ന വിവരം. കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ ബസ്സിലെ ഡ്രൈവറെ വിശദമായി കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിലൂടെ മാത്രമേ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത്. തൃശൂരിൽ വാഹനാപകടത്തിൽ സ്കൂട്ടർ യാത്രികന് ദാരുണാന്ത്യം. പള്ളൂക്കര സ്വദേശി ജോർജ് മാതിരപ്പള്ളിയാണ് മരിച്ചത്. ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് സമീപമായിരുന്നു അപകടമുണ്ടായത്. ലോറി സ്കൂട്ടറിന്റെ പിന്നിലിടിക്കുകയായിരുന്നു. ലോറിക്കടിയിൽപ്പെട്ട സ്കൂട്ടർ യാത്രികനുമായി വാഹനം ഏറെ ദൂരം മുന്നിലേക്ക് പോയി. കണ്ണൂരിൽ പോളിടെക്നിക് വിദ്യാർത്ഥിയുടെ മരണത്തിനിടയാക്കിയത് KSRTC ഡ്രൈവറുടെ അലക്ഷ്യമായ ഡ്രൈവിംഗ്. അപകടത്തിന്റെ CCTV ദൃശ്യം പുറത്ത്. ഒരേ ദിശയിൽ പോവുകയായിരുന്ന സ്കൂട്ടറിൽ ബസ് തട്ടിയായിരുന്നു അപകടമെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. 2 വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സ്ഥലം ഇല്ലെന്നിരിക്കെയാണ് KSRTC ഡ്രൈവറുടെ അലക്ഷ്യമായ ഡ്രൈവിംഗ്. റോഡിൽ തെന്നി വീണ വിദ്യാർത്ഥിയുടെ ശരീരത്തിലൂടെ ബസ് കയറി ഇറങ്ങിയെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന വിവരം. പാപ്പിനിശ്ശേരിയിൽ ഇന്നലെയുണ്ടായ അപകടത്തിലാണ് കല്യാശ്ശേരി പോളിടെക്നിക് വിദ്യാർത്ഥി ആകാശ് മരിച്ചത്.
കൊച്ചി കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിൽ ബഹളം. മൃദംഗ വിഷൻ പരിപാടിയിലെ വീഴ്ചയുമായി ബന്ധപ്പെട്ട പ്രമേയ ചർച്ചയ്ക്കിടെയാണ് കൌൺസിലിൽ വാക്പോരുണ്ടായത്. കൌൺസിലർക്ക് ഉത്തരവാദിത്തം ഇല്ലെന്ന മേയറുടെ ചോദ്യത്തിന് ഉത്തരവാദിത്തം മേയർക്കെന്ന് ദീപ്തി മേരി വർഗീസും, ദീപ്തിയാണ് അപകടം നടന്ന സ്ഥലത്തെ കൌൺസിലറെന്ന് മേയറും തിരിച്ചടിച്ചു. അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രായോഗികമല്ലെന്ന് മേയർ വ്യക്തമാക്കി. ജപ്തി ചെയ്യാനെത്തിയതിനെ തുടർന്ന് വീട്ടമ്മ തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. പട്ടാമ്പി കീഴായൂരിലാണ് സംഭവം. പൊള്ളലേറ്റ് കിഴക്കേപുരയ്ക്കൽ വീട്ടിൽ ജയയെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കീഴായൂർ ഗവൺമെന്റ് UP സ്കൂളിന് സമീപം താമസിക്കുന്ന കിഴക്കേപുരയ്ക്കൽ വീട്ടിൽ ജയയാണ് മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയത്. ജപ്തി നടപടികളുമായി ഷൊർണൂർ കോർപ്പറേറ്റീവ് അർബൻ ബാങ്ക് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയപ്പോഴായിരുന്നു സംഭവം. ജപ്തി നടപടികൾക്കിടെ വീടിനുള്ളിൽ നിന്നും ജയ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. തുടർന്ന് ആളുകൾ ചേർന്ന് ഇവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിലും വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും മാറ്റി. 50% പൊള്ളലേറ്റിട്ടുണ്ട്. സംഭവത്തെ തുടർന്ന് പട്ടാമ്പി പോലീസും തഹസിൽദാരും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. 2015 ഷൊർണൂർ കോർപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ നിന്നും 2 ലക്ഷം രൂപയാണ് വായ്പയെടുത്തത്. എന്നാൽ തിരിച്ചടവ് മുടങ്ങിയതോടെ 2022 കാലഘട്ടത്തിൽ കുടിശ്ശിക അടക്കം 4.25 ലക്ഷം രൂപയായി. തുടർന്ന് ബാങ്ക് കോടതിയുടെ അനുമതിയോടുകൂടി ജപ്തി നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. ന്യൂസ് 18 പട്ടാമ്പി. കട്ടപ്പനയിലെ നിക്ഷേപകനായ സാബുവിന്റെ ആത്മഹത്യയിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം. ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പോലീസ് സ്റ്റേഷന് സമീപം മാർച്ച് തടഞ്ഞു. കട്ടപ്പന റൂറൽ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നിക്ഷേപം തിരികെ കിട്ടാതെ വന്നതോടെയാണ് വ്യാപാരിയായിരുന്ന സാബു ആത്മഹത്യ ചെയ്തത്. മലപ്പുറം പുതിയങ്ങാടിയിൽ നേർച്ചയ്ക്കിടെ ഇടഞ്ഞ ആനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. തെക്കുമുറി സ്വദേശി കൃഷ്ണൻകുട്ടിയാണ് മരിച്ചത്. പോത്തന്നൂരിൽ നിന്നുള്ള ഘോഷയാത്രയ്ക്കൊപ്പം എത്തിയ ആനയാണ് ഇടഞ്ഞത്. 2 പേരെ തുമ്പിക്കയിൽ ചുഴറ്റിയെടുത്തെങ്കിലും ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. എന്നാൽ തുമ്പിക്കയ്ക്കുള്ളിൽ കുടുങ്ങിയ കൃഷ്ണൻകുട്ടിയെ ആന തൂക്കിയെറിയുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് മരണം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് കൂടരഞ്ഞിയിൽ വീണ്ടും പുലി ഇറങ്ങിയതായി സംശയം. സ്രാമ്പിക്കലിൽ കേഴയുടെ ജഡം കണ്ടെത്തി. നേരത്തെ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. വനംവകുപ്പ് കൂടും സ്ഥാപിച്ചിരുന്നു. കൂടിന് 2 കിലോമീറ്റർ അകലെയാണ് ജഡം കണ്ടെത്തിയത്. കൂരിയാട്, ചുള്ളിയകം, മഞ്ഞക്കടവ് എന്നീ പ്രദേശങ്ങളിൽ കടുവയെ കണ്ടതായി നാട്ടുകാർ പറയുന്നുണ്ട്. എന്നാൽ വനംവകുപ്പ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി ഗഫൂർ ഹാജിയുടെ കൊലപാതകത്തിൽ കൂടുതൽ സ്വർണം കണ്ടെടുത്തു. പ്രതികൾക്ക് 2 സഹകരണ സ്ഥാപനങ്ങളിൽ പണയം വെച്ച സ്വർണമാണ് കണ്ടെടുത്തത്. ഇതോടെ കാണാതായ 506 പവനിൽ 117 പവൻ സ്വർണം വീണ്ടെടുത്തിട്ടുണ്ട്. 2023 ഏപ്രിലാണ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി ഗഫൂർ ഹാജിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്നുള്ള അന്വേഷണത്തിൽ കൊലപാതകമാണെന്ന് തെളിഞ്ഞു. സംഭവത്തിൽ മന്ത്രവാദിനിയായ ഷമീന എന്ന ജിന്നുമ്മ, PM ഉവൈസ്, PM അസ്നിഫ, ആയിഷ എന്നിവരാണ് പ്രതികൾ. സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് പലപ്പോഴായി 596 പവനാണ് പ്രതികൾ കൈക്കലാക്കിയത്. തട്ടിപ്പ് മനസ്സിലാക്കിയ ഗഫൂർ ഹാജി സ്വർണം തിരികെ ചോദിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. നേരത്തെ വിവിധയിടങ്ങളിൽ നിന്നും 100 പവനിലേറെ കണ്ടെത്തിയിരുന്നു. പള്ളിക്കര കവല, പൂച്ചക്കാട് എന്നിവിടങ്ങളിലെ 2 സഹകരണ ബാങ്കുകളിൽ സംഘം പണയം വെച്ച 15 പവൻ സ്വർണമാണ് ഇപ്പോൾ വീണ്ടെടുത്തത്. ഇതോടെ നഷ്ടമായ 596 പവനിൽ 117 പവൻ സ്വർണം അന്വേഷണ സംഘം കണ്ടെടുത്തു. കൂടുതൽ തെളിവെടുപ്പിനായി പോലീസ് കസ്റ്റഡിയിൽ വിട്ടതോടെയാണ് പ്രതികളിൽ നിന്നും നിർണായക വിവരം ലഭിച്ചത്. കണ്ണൂർ ജില്ലയിലെ ജ്വല്ലറികളിലും പ്രതികൾ സ്വർണ്ണ വിൽപ്പന നടത്തിയതായി സമ്മതിച്ചിട്ടുണ്ട്. മന്ത്രവാദത്തിന്റെ പേരിൽ കർണാടകയിൽ ഉൾപ്പെടെ നിരവധി പേർ തട്ടിപ്പിനിരയായതായി പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. പ്രതികൾ നിരന്തരം ഇടപെട്ടിരുന്ന അഭിഭാഷകനും സംശയനിഴലിലാണ്. ഇയാളെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. കേസിൽ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. ന്യൂസ് 18 കാസർഗോഡ്. കല്ലട ഇറിഗേഷൻ പദ്ധതിയുടെ കനാൽ പരിസരങ്ങളിൽ മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. കക്കൂസ് മാലിന്യം അടക്കം പ്രദേശത്ത് തള്ളുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുമെന്നും ആശങ്കയുണ്ട്. മാലിന്യം തള്ളിയാൽ കർശന നടപടിയെന്ന മുന്നറിയിപ്പ് ബോർഡ്. ഇതിനോട് ചേർന്നാണ് വ്യാപകമായി മാലിന്യം തള്ളിയിട്ടുള്ളത്. ഇരണൂരിൽ KIP പദ്ധതി കനാലിന് പരിസരം ഇപ്പോൾ മാലിന്യം തള്ളാനായി സാമൂഹ്യ വിരുദ്ധർ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. കവറുകളിൽ കെട്ടിയതും അല്ലാതെയുമാണ് രാത്രി ഇവിടെ മാലിന്യം വലിച്ചെറിയുന്നത്. കക്കൂസ് മാലിന്യം പ്രദേശത്തെ കൃഷിയിടത്തിലേക്ക് ഒഴുക്കിവിടുന്നുമുണ്ട്. നിറയെ വീടുകളുള്ള പ്രദേശമാണിവിടം. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന
മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ അടിയന്തരമായിട്ട് കേസെടുത്തതിന് നടപടി ഉണ്ടാക്കണം. രാത്രികാലങ്ങളിൽ പെട്രോളിംഗ് സംവിധാനങ്ങളടക്കം പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് കൂടി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. കനാൽ തുറക്കുന്ന സമയങ്ങളിൽ മാലിന്യം വെള്ളത്തിലേക്ക് ഒഴുക്കുന്നതായും ആരോപണമുണ്ട്. നാട്ടുകാർ പലവട്ടം പഞ്ചായത്തിൽ പരാതി നൽകി. പ്രശ്നത്തിൽ അടിയന്തര പരിഹാരം തേടുകയാണിവർ. ന്യൂസ് 18 കൊട്ടാരക്കര. എറണാകുളം പായിപ്രയിൽ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം വഴിയോരത്ത് കൂട്ടിയിടുന്നതായി പരാതി. സംസ്കരിക്കാൻ കൃത്യമായ സംവിധാനമില്ലാത്തതാണ് പ്രതിസന്ധി. പായിപ്രയിൽ വിവിധയിടങ്ങളിൽ നിന്ന് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കാത്തതാണ് പ്രതിസന്ധി. പണം വാങ്ങി ശേഖരിക്കുന്ന മാലിന്യമാണ് സംസ്കരിക്കാനാകാതെ വഴിയോരങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. ചാക്കിൽ കെട്ടിയും അല്ലാതെയും മാലിന്യം വലിച്ചെറിഞ്ഞിരിക്കുകയാണ്. ഇതിനിടെ മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കാനും ശ്രമം നടന്നതായാണ് ആരോപണം. പഞ്ചായത്ത് അവർ കളക്ട് ചെയ്യുന്ന ഈ വേസ്റ്റുകൾ കൃത്യമായി നിർമ്മാർജ്ജനം ചെയ്യാനുള്ള വ്യവസ്ഥ ഈ പഞ്ചായത്ത് ഭരണസമിതിയോ അല്ലെങ്കിൽ ഈ ഹരിതകർമ്മ സേന എന്ന് പറയുന്ന മിഷനോ നടപ്പാക്കുന്നില്ല. അവർ കൃത്യമായി പണമടയ്ക്കാത്ത സ്ഥലങ്ങളിൽ പണമടയ്ക്കാത്തതിൻ്റെ പേരിലാണ് വാഹനം വന്നുകൊണ്ട് ഇത് കളക്ട് ചെയ്യാത്തത് എന്നാണ് പല ഹരിതകർമ്മ സേന അംഗങ്ങളും നമ്മളോട് സൂചിപ്പിക്കുന്നത്. അവർ കൃത്യമായി കളക്ട് ചെയ്ത് വെക്കുന്നു, പക്ഷേ ഇത് കൃത്യമായി പഞ്ചായത്ത് കൊണ്ടുപോകുന്നില്ല. ഇത് വലിയ രീതിയിലുള്ള ഒരു അഴിമതിയാണ്. ആൾപ്പാർപ്പുള്ള മേഖലയിലാണ് മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതിന് സമീപത്തായി അംഗൻവാടിയും പ്രവർത്തിക്കുന്നു. പഞ്ചായത്തിൽ കേന്ദ്രീകൃത മാലിന്യ സംസ്കരണ സംവിധാനങ്ങളില്ല. പ്ലാസ്റ്റിക് മാലിന്യം പുനരുപയോഗിക്കും വിധം മാറ്റാനുള്ള പദ്ധതികളുമില്ല. പഞ്ചായത്തിലെ മുളവൂർത്തോട് മാലിന്യവാഹിനിയായതിനും പെരിയാർവാലി കനാലുകൾ മാലിന്യ നിക്ഷേപ കേന്ദ്രമായി മാറിയതിനും പിന്നാലെയാണ് വഴിനീളെ മാലിന്യക്കെട്ടുകൾ നിറയുന്നത്. ന്യൂസ് 18 കോതമംഗലം. കണ്ണൂരിൽ പോളിടെക്നിക് വിദ്യാർത്ഥിയുടെ മരണത്തിനിടയാക്കിയത് KSRTC ഡ്രൈവറുടെ അലക്ഷ്യമായ ഡ്രൈവിംഗ്. അപകടത്തിന്റെ CCTV ദൃശ്യം ന്യൂസ് 18 ലഭിച്ചു. ഒരേ ദിശയിൽ പോവുകയായിരുന്ന സ്കൂട്ടറിൽ ബസ് തട്ടിയായിരുന്നു അപകടമെന്ന് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. 2 വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സ്ഥലമില്ലെന്നിരിക്കെയാണ് KSRTC ഡ്രൈവറുടെ അലക്ഷ്യമായ ഡ്രൈവിംഗ്. റോഡിൽ തെന്നിവീണ വിദ്യാർത്ഥിയുടെ ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങിയെന്നായിരുന്നു ആദ്യം പുറത്തുവന്ന വിവരം. പാപ്പിനിശ്ശേരിയിൽ ഇന്നലെയുണ്ടായ അപകടത്തിലാണ് കല്യാശ്ശേരി പോളിടെക്നിക് വിദ്യാർത്ഥിയായ ആകാശ് മരിച്ചത്. വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി അംഗീകരിച്ചതാണെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. സംസ്ഥാന സർക്കാരിന് വിവിധ തരം ധനസഹായത്തിന് അർഹത ലഭിക്കുമെന്ന് കേന്ദ്രം വ്യക്തമാക്കി. SDRF മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകിയെന്നും കേന്ദ്രത്തിനു വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ സുന്ദരേശൻ അറിയിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 120 കോടി രൂപ കൂടി ചെലവഴിക്കാൻ അനുമതി നൽകിയെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. നേരത്തെ ഈ ഹർജി പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി മുന്നോട്ട് വെച്ച നിർദ്ദേശമനുസരിച്ചാണ് മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകിയത്. അതേസമയം മുണ്ടക്കൈ ചൂരൽമല ദുരന്തം അതിതീവ്ര ദുരന്തമെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. പുനരധിവാസ തീരുമാനത്തിലുള്ള ആക്ഷേപങ്ങൾ അമിക്കസ് ക്യൂറിയെ അറിയിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. പുനരധിവാസ വിഷയം അടുത്ത തവണ പരിഗണിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. പുനരധിവാസത്തിനായി ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകി. ഭൂമി ഏറ്റെടുക്കുന്നതിനും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കും മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയെന്നും മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതിതീവ്ര ദുരന്തമായി കേന്ദ്ര സർക്കാർ അംഗീകരിച്ചെന്നും സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ദേശീയപാതാ വികസനം വീടുകളിലേക്കുള്ള വഴി അടയ്ക്കുന്നതായി ആരോപിച്ച് 25ഓളം കുടുംബങ്ങൾ രംഗത്ത്. എറണാകുളത്തെ കിഴക്കൻ മേഖലയായ നേര്യമംഗലം വില്ലാഞ്ചിറയിലെ കുടുംബങ്ങളാണ് ദേശീയപാതാ വികസനത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. നേര്യമംഗലം കളവങ്ങാട് പഞ്ചായത്തിലെ വില്ലാഞ്ചിറയിൽ 75 വർഷത്തോളമായി വീടുകളിലേക്ക് പോകാനും വരാനും ഉപയോഗിച്ചിരുന്ന വഴി അടയ്ക്കുന്നു എന്നാണ് പരാതി. നേരത്തെ ഈ ആശങ്ക ഉയർന്നപ്പോൾ ജനപ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു. പ്രദേശത്തുള്ളവർക്ക് റാമ്പ് കെട്ടി വഴി ഉറപ്പാക്കുമെന്നായിരുന്നു അന്നത്തെ തീരുമാനം. ഇത് നടപ്പായില്ല. ദേശീയപാത വീതി കൂട്ടാൻ ഇവർ ഉപയോഗിച്ചിരുന്ന വഴി കുത്തിക്കുഴിച്ചു. നിർമ്മാണ പ്രവൃത്തികൾക്കിടയിൽ വീടുകളിലേക്കുള്ള കുടിവെള്ള പൈപ്പുകളും പൊട്ടി. ഈ റോഡ് സൈഡിൽ താമസിക്കുന്ന NHന്റെ സൈഡിലായിട്ട് താമസിക്കുന്ന 10-25ഓളം കുടുംബങ്ങൾ കടുത്ത മനുഷ്യാവകാശ ലംഘനം നേരിടുകയാണ്. ഇവിടെ വർഷങ്ങളായി സർക്കാർ പതിച്ചു കൊടുത്ത ഭൂമിയിൽ താമസിക്കുന്നവരും മറ്റ് ആളുകളുടെ കയ്യിൽ നിന്ന് ഭൂമി വാങ്ങിയവരുമായിട്ടുള്ള ആളുകൾ, പാവപ്പെട്ട 25ഓളം കുടുംബങ്ങൾക്ക് ഈ NHന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വഴി കൊടുക്കാത്ത ഒരു സാഹചര്യമാണ്. ഇത് NHന്റെ അധികാരികളുമായി സംസാരിക്കുകയും ഈ സൈഡിൽ റിട്ടേണിംഗ് വാൾ ചെയ്യുന്ന സമയത്ത് അവർ ഇവരെയും ഒപ്പം പഞ്ചായത്ത് മെമ്പർ നിലയിൽ എന്നെയും ഈ സൈഡിൽ ഇറങ്ങിപ്പോകാനുള്ള വഴി റാമ്പ് കെട്ടി ഇവർക്ക് കൊടുക്കാമെന്ന്
പറഞ്ഞ് വിശ്വസിപ്പിച്ച് അതിനുശേഷം അവരുടെ സ്ഥലം സൈഡിലെടുത്ത് പണി തുടങ്ങുകയും പിന്നീട് വലിയ പൊക്കത്തിൽ ഇതിൻ്റെ സൈഡ് വാൾ കെട്ടിപ്പൊക്കിയിട്ട് ഇപ്പോൾ അവസാന നിമിഷം അവർ വഴി കൊടുക്കാമെന്ന് പറഞ്ഞ് കുറച്ച് സ്ഥലങ്ങളിൽ ഇങ്ങനെ ക്യാപ്പിട്ടിട്ട് അവസാന നിമിഷം ഇവർ കൊടുക്കാതെ തന്ത്രപൂർവ്വം പണി തീർത്ത് പോകാനുള്ളൊരു ശ്രമം നടക്കുകയാണ്. നേര്യമംഗലം കളവങ്ങാട് പഞ്ചായത്തിലെ വില്ലാഞ്ചിറയിൽ 75 വർഷത്തോളമായി വീടുകളിലേക്ക് പോകാനും വരാനും ഉപയോഗിച്ചിരുന്ന വഴി അടയ്ക്കുന്നു എന്നാണ് പരാതി. നേരത്തെ ഈ ആശങ്ക ഉയർന്നപ്പോൾ ജനപ്രതിനിധികളുമായി ചർച്ച നടത്തിയിരുന്നു. പ്രദേശത്തുള്ളവർക്ക് റാമ്പ് കെട്ടി വഴി ഉറപ്പാക്കുമെന്നായിരുന്നു അന്നത്തെ തീരുമാനം. ഇത് നടപ്പായില്ല. ദേശീയപാത വീതി കൂട്ടാൻ ഇവർ ഉപയോഗിച്ചിരുന്ന വഴി കുത്തിക്കുഴിച്ചു. നിർമ്മാണ പ്രവൃത്തികൾക്കിടയിൽ വീടുകളിലേക്കുള്ള കുടിവെള്ള പൈപ്പുകളും പൊട്ടി. വീട്ടിലേക്കുള്ള വഴി തുറന്നു കിട്ടാൻ എന്ത് വഴിയെന്ന് ചോദിക്കുകയാണ് പ്രദേശവാസികൾ. വഴിക്കൊപ്പം കുടിവെള്ളം ഉറപ്പാക്കാനുള്ള നടപടികളും വേണം. ഞങ്ങൾ 2 വയസ്സായ കാരണന്മാർ മാത്രമാണ് ഇവിടെ ഉള്ളൂ. ഞങ്ങളുടെ കൊച്ചുങ്ങളെ 2 കെട്ടിച്ചു വിട്ടു. ഞങ്ങൾക്ക് ഒരു ആൺകൊച്ചുങ്ങളൊന്നുമില്ല ഞങ്ങൾ പരിപാലിക്കാൻ. പിന്നെ ഞങ്ങൾക്കിത് നടത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങിപ്പോണ വഴിയാണ് ഇപ്പം മുട്ടിച്ചിട്ടേണത്. വഴിയില്ല, വെള്ളമില്ല, വീട്ടിലേക്ക് ഇറങ്ങിപ്പോകാൻ ഒരു മാർഗ്ഗമില്ലാതെയാണ് ഇപ്പം ആക്കി വെച്ചേക്കണത്. വഴിയിട്ട് തരാമെന്ന് പറയുന്നുണ്ട് അവർ. ഇതുവരെ നമുക്ക് വഴിയിട്ട് തന്നിട്ടില്ല. ഇതിപ്പോൾ ഇത്രയും പൊക്കി ഇനി ഏതിലും കൂടിയാണ് വഴിയിട്ട് തന്നെയൊന്നും അറിയാൻ പാടില്ല. ഞങ്ങൾ വർഷങ്ങളായി ഇവിടെ വന്നിട്ട് സർക്കാർ അനുവദിച്ച് കിട്ടിയ ഞങ്ങൾക്ക് പട്ടയഭൂമിയാണിത്. ഞങ്ങൾക്ക് ഇതിൻ്റെ NH പണി കിടക്കുന്ന കാരണം ഞങ്ങൾക്ക് വഴി ഇട്ടിട്ടില്ല. വഴി ഇടാമെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും അവർ കോൺക്രീറ്റും ഇതും കാര്യങ്ങളായിട്ട് കെട്ടിപ്പൊക്കും. ആദ്യം ഒരു വിടവിട്ടാ റാമ്പ് പോലെ പണിത് തരാമെന്ന് ഞങ്ങളോട് പറഞ്ഞതാണ്. പക്ഷെ ഇപ്പോൾ അവർ അവിടെ കോൺക്രീറ്റ് ഇട്ട് പൊക്കി 2 ദിവസമായിട്ട് ഇപ്പോൾ കമ്പി ഇട്ട് കെട്ടി പകുതിയോളം വാർത്ത് കഴിഞ്ഞു. ഇനി മുകളിലേക്ക് വാർക്കാനുള്ള ശ്രമമാണ്. അപ്പോൾ അവർ ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇട്ട് തന്നിട്ടില്ല. പിന്നെ ഞങ്ങളുടെ കുടിവെള്ളം ഞങ്ങൾക്ക് ഇവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിച്ചു. അതിപ്പോൾ വെള്ളം കിട്ടാണ്ടായിട്ട് മാസങ്ങളായി. അവരോട് നന്നാക്കുന്ന കാര്യം പലവട്ടം പറഞ്ഞെങ്കിലും അവർ നന്നാക്കി തന്നിട്ടില്ല ഇതുവരെ. ഈ വഴിയിലൂടെ നടന്ന് പ്രദേശവാസിയായ രാധ എന്ന വീട്ടമ്മയ്ക്ക് കഴിഞ്ഞ ദിവസം പരിക്കേറ്റിരുന്നു. ഇതോടെയാണ് നാട്ടുകാർ പ്രതിഷേധം കടുപ്പിച്ച് രംഗത്തെത്തിയത്. ന്യൂസ് 18 കോതമംഗലം. കുർബാന തർക്കം തുടരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശ്വാസികൾ തമ്മിൽ സംഘർഷം. ബിഷപ്പ് ഹൌസിൽ വിമത വൈദികൻ പ്രതിഷേധ പ്രാർത്ഥനായജ്ഞം തുടരുന്നതിനിടെയാണ് വിശ്വാസികളിൽ ഏറ്റുമുട്ടിയത്. പള്ളിയിൽ പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. പ്രതിഷേധം നടത്തുന്ന 21 വൈദികർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ സിറോ മലബാർ സഭ സിനഡ് തീരുമാനം. എന്നാൽ നടപടി അംഗീകരിക്കില്ലെന്നാണ് വൈദികരുടെ നിലപാട്. എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനമായ മേജർ ആർച്ച് ബിഷപ്പ് ഹൌസിന് മുന്നിലായിരുന്നു വിശ്വാസികളിൽ ചിലർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത്. പോലീസ് സ്ഥലത്തെത്തി ഇരുകൂട്ടരെയും പിടിച്ചുമാറ്റി. സംഘർഷം തുടർന്നാൽ കേസെടുക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. അതിരൂപത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ 21 വൈദികർ ബിഷപ്പ് ഹൌസിനുള്ളിൽ തുടരുന്ന പ്രതിഷേധ പ്രാർത്ഥനയ്ക്കിടെയാണ് സംഭവം. ഇവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ സിറോ മലബാർ സഭ സിനഡ് തീരുമാനിച്ചു. സമരം തെറ്റായതും ക്രൈസ്തവ ചൈതന്യത്തിനെതിരായുമായ നടപടിയെ സിറോ മലബാർ സിനഡ് പിതാക്കന്മാർ ഐക്യകണ്ഠേന അപലപിച്ചു. ന്യൂസ് 18 കൊച്ചി. ഭക്തിസാന്ദ്രം സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. ശബരിമലയിൽ ഭക്തജന തിരക്കിന് നേരിയ കുറവ്. വൈകുന്നേരം 6 മണി വരെ 5234 ഭക്തർ മല കയറി. ഇന്നലെ 87,000 ഭക്തരായിരുന്നു ദർശനത്തിനെത്തിയത്. നാളെ എരുമേലി പേട്ടതുള്ളൽ കഴിയുന്നതോടെ വൻ തിരക്കിലേക്ക് സന്നിധാനം മാറിയേക്കും. മകരവിളക്ക് മുന്നിൽ കണ്ട് സന്നിധാനത്ത് ഭക്തർ തമ്പടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മറ്റന്നാൾ മുതൽ ഭക്തരുടെ എണ്ണത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മകരവിളക്ക് ഉത്സവത്തിനൊരുങ്ങി ശബരിമല സന്നിധാനം. പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ നാളെ നടക്കും.
മറ്റന്നാളാണ് തിരുവാഭരണ ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെടുക. നാളെ മുതൽ എരുമേലി കാനനപാത വഴി വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്ത ഭക്തർക്ക് മാത്രമാകും പ്രവേശനം. മകരവിളക്കുത്സവത്തിന്റെ തിരക്കിലേക്ക് ശബരിമല സന്നിധാനം മാറിക്കഴിഞ്ഞു. നാളെ എരുമേലി പേട്ടതുള്ളലോടെ ആഘോഷങ്ങൾക്ക് തുടക്കമാകും. മറ്റന്നാൾ ഉച്ചയ്ക്ക് 1 മണിക്ക് പന്തളം വലിയ കോയിക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും. മകരവിളക്കിനെത്തുന്ന ഭക്തർക്ക് പരമാവധി സുരക്ഷ ഒരുക്കുന്ന നടപടികളിലാണ് ദേവസ്വം ബോർഡും പോലീസും. തിരുവാഭരണ ഘോഷയാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ജനുവരി 12 ഉച്ചയ്ക്ക് 1 മണിക്ക് വലിയ കോയിക്കൽ പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് പരമ്പരാഗത തിരുവാഭരണ പാതയിലൂടെ സഞ്ചരിച്ച് ജനുവരി 14 ശബരിമല സന്നിധാനത്ത് എത്തിച്ചേരും. ജനുവരി 12 ഉച്ചയ്ക്കാണ് ആരംഭിക്കുന്നത് വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്ന്. ജനുവരി 14 അത് സന്നിധാനത്തേക്ക് എത്തിച്ചേരുന്നത്. സന്നിധാനത്ത് പർണശാല കെട്ടി താമസിക്കുന്നവർക്ക് പാചകം ചെയ്യാൻ അനുമതിയില്ല. പാണ്ഡിത്താവളം ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രത്യേക കൗണ്ടറുകൾ ക്രമീകരിച്ച് ഭക്ഷണ വിതരണം സൗജന്യമായി നടത്തും. മറ്റന്നാൾ മുതൽ തീർത്ഥാടകരുടെ എണ്ണത്തിനും നിയന്ത്രണമുണ്ട്. ന്യൂസ് 18 സന്നിധാനം. ശബരിമലയിൽ സുരക്ഷയ്ക്കായി ഇനി ദേവസ്വം ബോർഡിന്റെ ക്യാമറ കണ്ണുകളും 245 അത്യാധുനിക ക്യാമറകളാണ് ദേവസ്വം വിജിലൻസ് സ്ഥാപിച്ചത്. ദേവസ്വം വിജിലൻസ് സെക്യൂരിറ്റി കൺട്രോൾ റൂം ഉദ്ഘാടനം ചെയ്തു. പോലീസിന്റെ കൺട്രോൾ റൂമിന് പുറമെയാണ് ദേവസ്വം ബോർഡും ആധുനിക സജ്ജീകരണങ്ങളുമായി നിരീക്ഷണ കേന്ദ്രം ഒരുക്കിയത്. സന്നിധാനത്തിന് പുറമെ പമ്പയിലും നിലയ്ക്കലുമായി 245 ക്യാമറകളാണ് സ്ഥാപിച്ചത്. സന്നിധാനത്ത് മരാമത്ത് കോംപ്ലക്സിലാണ് കൺട്രോൾ റൂം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കൺട്രോൾ റൂം ഉദ്ഘാടനം ചെയ്തു. എല്ലാവർക്കും അറിയുന്നത് പോലെ ലക്ഷോപലക്ഷം ആളുകളാണ് ഓരോ ദിവസവും ശബരിമലയിലേക്ക് വന്നു പോകുന്നത്. അവരുടെ സുരക്ഷയും അവരുടെ എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ദേവസ്വം ബോർഡിനും സർക്കാരിനും അതിപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ വളരെ കാലമായി പോലീസ് ഞങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ് സുസജ്ജമായൊരു കൺട്രോൾ റൂം. പോലീസിന് അവരുടേതായ സിസ്റ്റം ഉണ്ട് എങ്കിൽ പോലും ഈ മേഖലകളിലെല്ലാം നിലയ്ക്കൽ, പമ്പ, സന്നിധാനത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ സ്ഥലത്തും ശക്തമായ നിരീക്ഷണം ആവശ്യമാണെന്ന് ആവശ്യപ്പെടുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു സുസജ്ജമായ ക്യാമറ സംവിധാനം, കൺട്രോൾ റൂം സംവിധാനം നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ദേവസ്വം വിജിലൻസ് SP-യുടെ നേതൃത്വത്തിലാണ് കൺട്രോൾ റൂം സ്ഥാപിച്ചത്. പോലീസിന്റെ കൂടി നിർദ്ദേശം പരിഗണിച്ചാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാൻ ബോർഡ് തീരുമാനിച്ചത്. മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി ഉൾപ്പെടെയുള്ളവരും സന്നിധാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് 18 സന്നിധാനം. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, കേരള, തമിഴ്നാട് ആൻഡ് പോണ്ടിച്ചേരി. സ്വർണ്ണ വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാം 7270 രൂപ, പവൻ 58,160 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാം 6010 രൂപ, പവൻ 48,080 രൂപ. വെള്ളി 98 കിലോ 98,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ഡിബേറ്റിൽ അപർണ ചേരും. നമസ്കാരം.